അതെ, നമ്മുടെ യൂട്യൂബിലേക്ക് വീഡിയോയും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു റിംഗ് ലൈറ്റ് വാങ്ങിച്ചു. അപ്പം ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ ഡെലിവറി കിട്ടി. ഇതാണ് ഞാൻ വാങ്ങിയത്. അപ്പം ഇതിൻ്റെ വാറണ്ടി ഒക്കെ പറയുന്നത് 200 days ഒക്കെയാണ്. പിന്നെ 12 inch ഡയമീറ്റർ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. മറ്റാരോ വാങ്ങിയിട്ട് റിട്ടേൺ ചെയ്ത പ്രോഡക്റ്റ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ജസ്റ്റ് തുറക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് റിംഗ് ലൈറ്റ് ഉണ്ട്, ഇതിന് ഒരു കവറിങ് ഉണ്ട്. ഞാനിത് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കിയില്ല എത്രമാത്രം ഇതാണെന്നുള്ളത് അറിയില്ല. അപ്പം ഇതിൻ്റെ ഒരു വാറണ്ടി കാർഡാണ്. ഇതിൻ്റെ ഫങ്ഷനിങ് കാര്യങ്ങളൊക്കെ എൻ്റെ അകത്ത് പറയുന്നുണ്ട്. ഒരു ചെറിയൊരു റിമോട്ട് സിസ്റ്റം പോലത്തെ സംഭവം എൻ്റെ അകത്ത്. ഇതൊക്കെ ഇളകിയിരിക്കുന്നു, ഇതൊക്കെ വർക്കാവും എന്നുള്ളതാണ് അറിയാൻ വയ്യാത്തത്. USB-യുടെ എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു അഡാപ്റ്റർ ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്കിത് കണക്ട് ചെയ്യാനായിട്ട് എളുപ്പമാണ്. ജസ്റ്റ് ഇങ്ങനെ പ്ലഗ് ഇൻ ചെയ്താൽ മതി. നമ്മുടെ ചാർജറിൻ്റെ അഡാപ്റ്ററൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പമായിരിക്കും. പിന്നെ ഇത് ഫങ്ഷനിങ് ആണ് ഓരോന്നും. ഇതിപ്പം ഓണും ഓഫിനുള്ളത്, ബ്രൈറ്റ്നസ് കുറയ്ക്കാനും കൂട്ടാനും സ്വിച്ച് ചെയ്യാനുള്ള, കളർ സ്വിച്ച് ചെയ്യാനുള്ള ഇതുണ്ട്. വെയിറ്റ് അത്യാവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ വെയിറ്റ് ഒന്നുമില്ല, സിമ്പിൾ ഐറ്റമാണ്. കണ്ടതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഇത് ഈ ഒരു ഇത് ലൂസാക്കുമ്പോഴത്തേക്ക് ഇതിന് നമുക്കൊരു ഫ്ലെക്സിബിലിറ്റി ഇവിടെ കിട്ടും. നമുക്ക് എങ്ങനെ വേണമെങ്കിലും തിരിക്കാനും മറിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അതിന് വേണ്ടി നമുക്കിതൊന്ന് പൊട്ടിക്കാം. എനിക്ക് ഈ സംഭവം പൊട്ടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കേൾക്കുന്നുണ്ടോ സൗണ്ട്? അപ്പോൾ ഇതിൻ്റെ ഫങ്ഷനിങ് ആണ് നമ്മൾ നോക്കുന്നത്. ശരിക്കും ഇതിൻ്റെ നമ്മുടെ ട്രൈപോഡ് ഇതാണ്. ഈ ട്രൈപോഡിൽ ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം എനിക്കൊരു എക്സ്റ്റൻഷൻ കോഡ് ആവശ്യമുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കണ്ടോ, ഈ ഫസ്റ്റ് കാണുന്ന സ്വിച്ചാണ് ഓൺ ആക്കുന്നത്. ഓൺ ആക്കുമ്പോഴത്തേക്കും ലൈറ്റ് ഇങ്ങനെ വരുന്നുണ്ട്. കണ്ടോ, ലൈറ്റ് ചേഞ്ച് മനസ്സിലാകുന്നുണ്ടോ? കണ്ടോ, കുറയുന്നുണ്ടോ? ഇത്തരത്തിൽ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും വേറെ ലൈറ്റ് ആക്കാനും ഒക്കെ പറ്റും. വാമും അല്ലെങ്കിൽ നോർമൽ ലൈറ്റും വൈറ്റ് ലൈറ്റും, ഇത്രയും 3 ഇതിൻ്റെ അകത്ത് ഉള്ളത്. ഓക്കെ, അപ്പം ഞാനിനി ഇതിൽ എന്നെ കാണുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ശരിക്കും ഞാൻ ഈ ക്യാമറ ഇതിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം വാമാണ് നമ്മളിപ്പോൾ കാണുന്നത്. വാമിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കുമ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നോക്കണം. അതായത് ചേഞ്ച് ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. കണ്ടോ, കുറച്ച് ഡാർക്കായില്ലേ? അത് കൂട്ടുമ്പോൾ നൈസാണ്. ഇനി അടുത്ത് വൈറ്റാണ്. ഒരു നല്ല ഇൻറ്റൻസിറ്റി ഉള്ള രീതിയിലാണ് ഇപ്പം നമ്മൾ കാണുന്നത് എൻ്റെ ഫേസ്. ഇനി അടുത്ത് നമ്മളത് കുറയ്ക്കുമ്പോൾ കണ്ടോ, ഡാർക്കായി പോകുന്നുണ്ട്. സംഭവം ഇഷ്ടപ്പെട്ട്, കുഴപ്പമൊന്നുമില്ല. നമുക്കൊരു ചെറിയ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഉപകാരപ്പെടുന്ന കേസല്ല. ഇനി ഒരെണ്ണങ്ങളുണ്ട്. ഇതൊരു സിയാൻ പോലത്തെ ഒരു വൈറ്റ് ഷെയ്ഡാണ്, പക്ഷെ കൊള്ളാം, എനിക്കിത് ഇഷ്ടപ്പെട്ടു. കുറച്ചുകൂടെ നല്ല രസമുണ്ട്, നന്നായിട്ടുണ്ട് കാണാം. ഇനി അത് കുറയ്ക്കുമ്പം കണ്ടോ, ഇപ്പോൾ കുറച്ച് വെച്ചേക്കുവാണ്. ഇപ്പോൾ കൂട്ടി. ഇനിയിപ്പോൾ അടുത്ത് ഇത് തന്നെ വാമ് തന്നെ. പിന്നെ കണ്ടോ, 3 ഷെയ്ഡ് മാറി വരുമ്പോൾ കണ്ടോ, മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ ഈ 3 ഷെയ്ഡ് മാറി വരുമ്പോഴത്തേക്ക്. ഇനി ഇത് ഓഫ് ചെയ്തിട്ട് ഞാൻ ഒന്ന് കാണിച്ചു തരാമേ. പോയി, ഓണായി. വാം ഇട്ടിട്ട് ഓഫ് ചെയ്ത് നോക്കാം. മനസ്സിലായി, അതിൻ്റെ ആ ഒരു ഭംഗി മനസ്സിലായി. ശരിക്കും വ്യത്യാസമുണ്ട്, 3 തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. നമ്മുടെ പർപ്പസ് പോലെ ഇരിക്കും. ഇതൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ ആദ്യമായിട്ട് വാങ്ങിക്കുന്നതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു റിവ്യൂ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്ത് തന്നെയായാലും ഞാൻ ഇതിൻ്റെ ഒരു പ്രോഡക്റ്റ് ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്ക്. വലിയ റേറ്റ് ഒന്നുമില്ല, ഒരു 750-800 രൂപയ്ക്കകത്തേ ആയിട്ടുള്ളൂ എനിക്ക്. 12 ഇഞ്ചിൻ്റെയാണ് ഞാൻ വാങ്ങിയത്. നമ്മുടെ ചാനൽ ഒന്ന് കയറി വിസിറ്റ് ചെയ്യണേ. നമ്മൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോകളൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്കൊക്കെ അടിച്ച് കമൻ്റൊക്കെ അടിച്ച് നമ്മുടെ കൂടെ നിൽക്കണേ. താങ്ക് യു. സീ യു.